ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻസ് ആണ് കേട്ടോ. നമ്മുടെ കണ്ണൂരുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് തേങ്ങാപ്പത്തലും മീൻമുള ഇട്ടതും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് അപാര രുചിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നത് പിന്നെ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീൻ മുളയിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 4 വലുപ്പമുള്ള സൈസ് അയില എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു അയില മുഴുവനായിട്ട് വലിയ പീസായിട്ടല്ല ഇടുന്നത്, കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യും. ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടും ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നെ ഇത് കറിയിലിടുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ ഇതിന് മുളയിട്ടക്കറി എന്നാണ് കേട്ടോ പറയുക. മീൻ മുളകിട്ടത് എന്നൊന്നും എടുത്ത് പറയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു രീതിക്ക് പറഞ്ഞിരുന്നത് മീൻ മുളയിട്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ മുളയിട്ടത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാൻ ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് അത്യാവശ്യം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്നിച്ചിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളിയാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു 4-5 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾ വെളുത്തുള്ളിയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ടോ അരച്ചിട്ടോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കരുതും സവാള ചേർത്തില്ലല്ലോ എന്നുള്ളത്. ഞാൻ പൊതുവേ ഇതുപോലത്തെ അയില, മത്തി ഇങ്ങനത്തെ ഒന്നും മീൻ വെക്കുമ്പോൾ സവാള ചേർക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. സവാള ചേർക്കാതെയാണ് ഈ ഒരു കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇഷ്ടമാണെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞു വരണം കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ കുറച്ച് പുളി എടുത്തിട്ട് ഒരു ബൗളിൽ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണേ. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇത്ര മാത്രം തന്നെ ഉടയണേ, എങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തന്നെ ഉടനെ, അല്ലാതെ മൊത്തത്തിൽ വലിയ വലിയ പീസായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവില്ല, അത്യാവശ്യം കൊഴുപ്പില്ലാതെ വെള്ളം പോലെ ആയിപ്പോൾ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയായതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നത്. നിങ്ങൾ പിടിക്കുന്ന പൊടിക്ക് അനുസരിച്ച് ചേർക്കുക, പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ ചേർക്കുക കേട്ടോ. അതിനൊന്നും കറക്റ്റ് ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ആ ഒരു മുളകിൻ്റെ ഒക്കെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് കളറും മാറി വന്നിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുള്ള കളറും കിട്ടും കേട്ടോ കുറച്ചധികം സമയം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്ന ടൈമിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ, അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രത്തോളം പുളി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഞാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് എക്സ്ട്രാ ഇനി വെള്ളവും നമുക്ക് വേണമല്ലോ. എത്രത്തോളം ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ എല്ലാ സൈഡും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ സെറ്റായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുറുകിയിട്ടില്ല, ചെറിയ രീതിക്കൊന്ന് കൊഴുപ്പ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ മീൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വലിയ പീസായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചത്, ഇപ്പം ഞാനെല്ലാം കുഞ്ഞു നമുക്ക് പറ്റിയ പാകത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഇട്ട് ഹറിബറിയായിട്ട് ഇളക്കാതെ നിൽക്കരുത്, ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ പിന്നെ മീൻ ഉടയൊന്നുമില്ല, കാരണം മീൻ ഇട്ട് കൊടുത്ത പാടില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. മീൻ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ടൊന്ന് അടപ്പ് തുറന്നിട്ട് നമുക്ക് സെറ്റാക്കാൻ വേണ്ടി വെക്കാം. സിമ്പിളല്ലേ, പിന്നെ അയില ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കുറുകാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ അടുപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നമുക്കൊരു ലോ ടു മീഡിയത്തിലേക്ക് വെക്കേണ്ട, ലോൻ്റെ കുറച്ച് മുകളിലായിട്ട് ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. ഉപ്പ് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണേ, ഉപ്പ് പുളിയൊക്കെ. അപ്പോൾ ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഓവർ അങ്ങ് ടൈറ്റായിട്ട് ഈ ഒരു ടൈമിൽ എടുക്കണ്ട കേട്ടോ, കാരണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും ഈ ഒരു തിക്നെസ്സിൽ നിന്നോട്ടെ. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം കഴിഞ്ഞ് എന്തായാലും ഒരു മീൻ കറിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഏത് കറിയാകുമ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ മുകളിലൊക്കെ ഒന്ന് റെസ്റ്റിംഗ് ടൈം ഉണ്ടാവണം കേട്ടോ, മീൻ വെച്ചിട്ട്. എങ്കിലേ ശരിക്കും ആ ഒരു മസാല കാര്യങ്ങളൊക്കെ പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു തേങ്ങാപ്പത്തലിന് നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് രാവിലെ തേങ്ങാപ്പത്തലും കൂടി ചുട്ടിട്ട് ഒന്നിച്ച് കഴിക്കുക, ശരിക്കും പൊളിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീട്ടിലെപ്പോഴും ചെയ്യാറുള്ളത്. രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു മീൻ കറിക്ക് തേങ്ങാപ്പത്തലിന് കൂട്ടാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പത്തൽ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള തേങ്ങാപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ 250 ml 2 കപ്പ് അളവിൽ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 3 മണിക്കൂർ മുന്നേ. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ കുതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം ഡയറക്റ്റ് കളഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തവണ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 തവണയാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ പച്ചരി എടുത്തില്ല അതിൻ്റെ നേരെ പകുതി ചോറ് എടുക്കുക കേട്ടോ. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല, വീട്ടിൽ ഏതാണോ വെക്കുന്നത് അതെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പല്ലേ പച്ചരി എടുത്തില്ല, അതുകൊണ്ട് തന്നെ 1 കപ്പ് നിറയെ ചോറ് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഏതാണ്ട് നമുക്ക് അരി നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടാൻ പാകത്തിന്, അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയ്ക്ക് വേണ്ട കേട്ടോ. ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തരികൾ പാടില്ല കേട്ടോ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സിയുടെ സെയിം ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും പച്ചരി ദോശ ചുടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് തന്നെ ആട്ടോ വേണ്ടത്. ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ ടൈറ്റ് ആവാനും പാടില്ല, ഈ ഒരു രീതിക്ക് എടുക്കുക. ഇനി നമ്മളിത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണല്ലോ, തേങ്ങാപ്പത്തല്ലേ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടില്ലെന്ന് പറയുന്നത് ഒരു വലിയ തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങ ചെറുകിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങ മിക്സിയിലൊന്നും ഒരിക്കലും അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ മിക്സ് ആയിട്ട് തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് തേങ്ങാപ്പത്തലിന്. അപ്പോൾ തേങ്ങാപ്പത്തലിൻ്റെ ശരിക്കുള്ള ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടേണ്ടിക്ക് തേങ്ങ അത്യാവശ്യം ചേർക്കുക തന്നെ വേണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡയറക്റ്റ് തേങ്ങാപ്പത്തൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ചീനച്ചട്ടി, ചീനച്ചട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് ഒരല്പം 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2-3 നുള്ളാക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരുപാടൊന്നും ചേർക്കരുത്. അതൊന്ന് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും, പെട്ടെന്ന് തന്നെ വരും കേട്ടോ, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ്സിൽ വേണോ നമ്മുടെ പത്തൽ അതിനനുസരിച്ച് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടിനെ നമ്മൾ അപ്പമൊക്കെ ചൂടല്ലോ, വെള്ളയപ്പം, അതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗം കുറച്ചൊരു കട്ടി ഉണ്ടാവും, സൈഡൊക്കെ ഓവർ കട്ടിയില്ലാണ്ട് കുറച്ചൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന ആ ഒരു ടെക്സ്റ്റാണ് കേട്ടോ തേങ്ങാപ്പത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് നല്ലപോലെ വെന്ത് നന്നായിട്ട് അത്യാവശ്യം മുരിഞ്ഞ് വരണം കേട്ടോ, എങ്കിലേ ഈ ഒരു തേങ്ങാപ്പത്തിൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. ഓവർ ഫ്ലെയിം കുറച്ച് വെക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് ലോ ടു മീഡിയത്തിലാക്കിയിട്ട് തന്നെ വെക്കുന്നത് നല്ല. അപ്പോൾ നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് ടൈമൊന്നും വെക്കണ്ട, നിങ്ങൾ അടുത്ത് നിന്നിട്ട് തന്നെ പെട്ടെന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം കഴിയുന്ന ടൈമിൽ നമ്മുടെ പത്തലൊക്കെ മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്, സൈഡൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു തിരിച്ചിടുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഒരു 2-3 ഡ്രോപ്പ് ഇതുപോലെ വെളിച്ചെണ്ണ ഓയിലോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, ചെറിയ രീതിക്ക് അടിഭാഗമൊക്കെ ഒന്ന് കളറ് മാറി ചെറിയ രീതിക്കൊന്ന് മൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാപ്പത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ളി ചേർത്തല്ലോ, ഉള്ളി ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ചേർക്കട്ടെ, അതുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പത്തൽ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ കമൻറ്റായിട്ട് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലും കൂടി കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഓരോ പത്തിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉള്ളി ഒന്ന് മൊരിയിച്ചെടുക്കണം. ഓരോന്നിലും വേണം കേട്ടോ അതിൻ്റെ ഫ്ലേവർ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ചുട്ടെടുക്കട്ടെ. നമ്മുടെ തേങ്ങാപ്പത്തിലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പത്തലും മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മൊരിച്ച് തന്നെ എടുക്കട്ടെ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2 കോമ്പിനേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി തലേദിവസം കറി ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പത്തൽ ചുട്ടിട്ട് കഴിക്കുക. ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പത്തലിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ടിഫിനിലും കൊടുക്കുക കേട്ടോ, പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. കറി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കട്ടെ, ഏത് ടൈമിലും കഴിക്കുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്